വയനാട്ടിലെ കാപ്പി കർഷകരെ സന്ദർശിച്ച് സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ചുണ്ടലിലെ റീജിയണൽ കോഫി റിസർച്ച് സ്റ്റേഷൻ സന്ദർശിച്ചതിന് ശേഷമാണ് കാപ്പി കർഷകരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞത്. Here this station. So you do training? We are giving a different exposure training, climate change research in this station. Then we are giving trainings, different kinds of. So this is all by distance. Here this station. So you do training? We are giving a different exposure training, climate change research in this station. Then we are giving. I had a very interesting meeting, not just with Coffee Board but also with other farmers who are involved in coffee farming, and we discussed all the difficulties they have and all the things that they would like me to do to support them, and I have assured them that I will take up their issues in Parliament and with the relevant ministries, etc., and I will help them. ലിനറ്റ് വർഗീസ് ഉണ്ട്. ലിനറ്റ്, അപ്പോൾ ഈ പൊതുപരിപാടികളൊന്നും ഉണ്ടാകില്ല എന്ന് KPCC അറിയിച്ചിരുന്നു എങ്കിലും പ്രിയങ്കയ്ക്കൊപ്പം മണ്ഡലത്തിൽ സജീവമാണ് സോണിയാഗാന്ധിയും, അല്ലേ? ആദ്യം നിലവിൽ KPCC നേതൃത്വം അടക്കം പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഒരു പൊതുപരിപാടികളിലൊന്നും തന്നെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പങ്കെടുക്കില്ല എന്നതായിരുന്നു. എന്നാൽ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു പരിപാടിയായിരുന്നു കാപ്പി കർഷകരുടെ അടുത്ത് അവിടെയുള്ള റീജിയണൽ സെന്റർ സന്ദർശിക്കുക എന്നത്. ഈ സന്ദർശന വേളയിലാണ് പ്രിയങ്ക ഗാന്ധിക്കൊപ്പം അമ്മ സോണിയാഗാന്ധിയും എത്തിയിരിക്കുന്നത്. നിലവിൽ അവിടെയുള്ള കാപ്പി കർഷകരുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ നേരിട്ടറിഞ്ഞ് അവിടെയുള്ള ലാഭം സന്ദർശിച്ചിട്ടാണ് ഇരുവരും യാത്രയായിരിക്കുന്നത്. നിലവിൽ ഈ കാപ്പി കർഷകരെ സംബന്ധിച്ചിടത്തോളം താങ്ങുവിലയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. അതോടൊപ്പം പോർട്ടലുകൾ, ഈ ഒരു രാജ്യത്തിന് പുറത്തേക്ക് അയക്കുന്ന എക്സ്പോർട്ടിംഗ് അടക്കമുള്ള പ്രശ്നങ്ങൾ ഈ പ്രിയങ്ക ഗാന്ധിയോടും സോണിയാഗാന്ധിയോടും ഈ ഒരു കർഷകർക്ക് നേരിട്ട് പറയാൻ സാധിച്ചു എന്ന സന്തോഷത്തിലാണ് അവിടെയുള്ള കർഷകരടക്കം. പ്രത്യേകിച്ച് ചുണ്ടയിലുള്ള റീജിയണൽ കോഫി റിസർച്ച് സെന്റർ ആണ് ഇത്തരത്തിൽ ഈ കർഷകരുമായിട്ടുള്ള സംവാദം അടക്കം ഈ ഒരു പ്രിയങ്ക ഗാന്ധിയും അതോടൊപ്പം സോണിയാഗാന്ധിയും എത്തി കർഷകരുമായിട്ട് നടത്തിയിരിക്കുന്നത്. അവർക്കടക്കം വലിയ രീതിയിലുള്ള സന്തോഷമുള്ള കാര്യമാണ്. അതേസമയം തന്നെ ഈ ഒരു വയനാട്ടിൽ മകൾക്കൊപ്പം അമ്മയും സജീവമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സേതു. ഓക്കെ ലെൻജെ, ശരി. അപ്പോൾ ലെൻജെ വർഗീസാണ് വയനാട് നിന്ന് വിവരങ്ങളൊക്കെ നൽകിയത്.